ഞാൻ സംശയലേശമന്യേ പറയാം, രാഹുൽ ഗാന്ധി ഒരു ആൻറ്റി ഇന്ത്യനാണ്. ഇദ്ദേഹം മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? പക്ഷേ ഈ തെറ്റ് ഇയാൾക്ക് മനസ്സിലാകാനുള്ള ഒരു IQ രാഹുൽ ഗാന്ധിക്ക് ഇല്ലല്ലോ. സാഡിസ്റ്റ് ചിന്താഗതിയാണോ? അതേ സംശയമുണ്ടോ? ഈ രാഹുൽ ഗാന്ധി എന്താ ഇങ്ങനെ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് BJP അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വരുന്നൊരു ചോദ്യം ഇതാണ്. താങ്കൾ രാഹുൽ ഗാന്ധിയെ കുറേയധികം നാളുകളായിട്ട് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ പെഹൽഗാം വിഷയത്തിന് ശേഷമുള്ള നിലപാടുകളെ താങ്കൾ എങ്ങനെ കാണുന്നു? വളരെ ഗൗരവമായി മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാൻ രാഹുൽ ഗാന്ധിയെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഈ പഹൽഗാം വിഷയം, അതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഞാൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പഹൽഗാമിലെ ഈ ഭീകരന്മാർ വന്നിട്ട് അവിടുത്തെ വിനോദസഞ്ചാരികളെ മതം നോക്കിക്കൊന്നു. അതാണ് ഈ കാശ്മീർ വിഷയത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പുൽവാമയിലായാലും ശരി, പിന്നെ അതല്ലെങ്കിൽ ഉറിയിലായാലും ശരി, അതൊക്കെ വ്യത്യസ്തമായ അവർ ഡിഫൻസ് ഫോഴ്സിനെ അല്ലെങ്കിൽ പോലീസിനെയൊക്കെ ആക്രമിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയാണെങ്കിൽ ജാതി മതമൊന്നും നോക്കില്ലായിരുന്നു. ഇപ്പോഴതല്ല, ഇത് വളരെ വ്യത്യസ്തമായിട്ട് മതം നോക്കി ആളുകളെ കൊന്നു എന്നുള്ളതാണ്. അതൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അത് നിലവിളിച്ച സ്ത്രീകളോടെ ഈ ഭീകരർ പറഞ്ഞത്, നീ പോയി മോദിയോട് പറ എന്നതാണ്. അത് കറക്റ്റാണ്. അവിടെയാണ് അതിൻ്റെ ഡിസൈൻ നമ്മൾ കാണുന്നത്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് ഹിന്ദുത്വത്തിൻ്റെ തേരിലേറിയാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ പുറത്താണ് മോദി അധികാരത്തിൽ വന്നത്. ആ മോദിക്ക് ഹിന്ദുത്വം വെച്ച് തന്നെ ഒരു പണി കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഈ യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മരെ തോൽപ്പിക്കാൻ ശ്രമിച്ച അതേ തന്ത്രമാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഇന്ത്യയെ തകർക്കാൻ ചൈന നടത്തുന്ന ഗൂഢാലോചനയാണ്. നമ്മൾ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പത്രത്തിൽ കാണുന്നതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ മാനസികമായി നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മുടെ ഹൈപ്പോത്തിസിസ് വ്യത്യസ്തമായിരിക്കും, എങ്കിൽ പോലും നമുക്ക് അനലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ ഷീ ജിൻപിങ്ങിന് കൃത്യമായി നരേന്ദ്രമോദിയോടെ വിരോധമുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഡോക്ലാമിലും അതുപോലെ തന്നെ ഗാൽവൻ താഴ്വരയിലും രണ്ടിടത്ത് ചൈനയെ തടഞ്ഞു നിർത്തിയത് മോദിയാണ്. അവിടെ ഷീ ജിൻപിങ് ചെറുതാകുകയും മോദി വലുതാകുകയും ചെയ്തു. ആ പക ഷീ ജിൻപിങ്ങിൻ്റെ മനസ്സിലുണ്ട്. 62-ലെ യുദ്ധത്തിന് കാരണം അതായിരുന്നു. കാരണം ചവൻലായി പിന്നെ ബന്ധുവും സമ്മേളനത്തിന് പോകുന്നു. 1995 ബന്ധുവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. നെഹ്റു അവിടെ തിളങ്ങി നിൽക്കുന്നു. അതാണ് മാവോ സേതുങ്ങിനും ചവൻലായിക്കും നെഹ്റുവിനോടും ഇന്ത്യയോടും തോന്നുന്ന വിരോധത്തിൻ്റെ കാരണം. 62-ലെ യുദ്ധത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ അസൂയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷീ ജിൻപിങ്ങിന് അങ്ങനെ ഒരു അജണ്ട ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി ആദ്യം മോദിക്കെതിരെ എന്താണ് പറഞ്ഞത്? ചൗക്കിദാർ ചോർഹെ. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധി തിരിഞ്ഞ് മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ചുമതലപ്പെടുത്തിയ ആളാണല്ലോ KC വേണുഗോപാൽ. KCയെ നോക്കിയപ്പോൾ KC ആകാശത്ത് ഇങ്ങനെ പറക്കുന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. ഈ ചൗക്കിദാർ ചോർഹെ എന്ന് പറയാനുള്ള ആത്മബലം KCക്ക് കിട്ടിയില്ല. അവിടെ പിന്നെ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്ത് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. NCPയുടെ ആളുകളുണ്ട്, സമാജ്വാദി പാർട്ടിയുടെ ആളുണ്ട്, RJയുടെ ആളുകളുണ്ട്. ഇവൻ ആരും മിണ്ടിയില്ല, ആരും ഇത് ഏറ്റുവിളിച്ചില്ല. കാരണം അവർക്കറിയാം ചൗക്കിദാർ കള്ളനല്ലെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ് നരേന്ദ്രമോദിയിൽ ഒരു കള്ളനെ കണ്ടത്? അപ്പോൾ രാഹുൽ ഗാന്ധി വിചാരിച്ചത് ഇദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ആർത്ത് വിളിക്കുന്നതാണ്. പക്ഷേ ഈ തെറ്റ് ഇയാൾക്ക് മനസ്സിലാകാനുള്ള ഒരു IQ രാഹുൽ ഗാന്ധിക്ക് ഇല്ലല്ലോ. അതവിടെ അവസാനിക്കുകയാണ്. പിന്നീട് തൊട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ പരിശോധിക്കണം. രാഹുൽ ഗാന്ധി കൃത്യമായിട്ടാണ് നീങ്ങുന്നത്. ഞാൻ സംശയലേശമന്യേ പറയാം, രാഹുൽ ഗാന്ധി ഒരു ആൻറ്റി ഇന്ത്യനാണ്. ഇന്ത്യയുടെ നിലപാടുകളെ തള്ളിപ്പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. അത് അമേരിക്കയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എടുത്തോളൂ, അതല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹം സ്റ്റുഡൻസിനോട് പോയി നടത്തിയ പ്രസംഗങ്ങൾ എടുത്തോളൂ. ഇന്ത്യയിൽ തന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? കൃത്യമായി മോദിയെ ഫോക്കസ് ചെയ്താണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. കാരണം പടനായകനെ വീഴ്ത്തിയാൽ പിന്നെ ജയം എളുപ്പമാണ്. എല്ലാവരുടെയും കൂടെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായി പടനായകനെ തകർക്കുക. അതിന് അഴിമതി ആരോപണം പറഞ്ഞു, പറയാനൊക്കുന്ന ആരോപണങ്ങളൊക്കെ പറഞ്ഞു മോദിക്കെതിരെ. പക്ഷെ അതൊന്നും മോദി അങ്ങോട്ട് ഏശുന്നില്ല. ഈ സ്ട്രാറ്റജി നല്ലതാണ്, പടനായകനെ വീഴ്ത്തിയാൽ പിന്നെ യുദ്ധം ജയിക്കാൻ എളുപ്പമാണ്. പക്ഷെ പടനായകന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇദ്ദേഹം മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണ്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം മണ്ടനല്ല, അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. അഭിനയിക്കുകയാണോ? ഒരിക്കലും അഭിനയിക്കില്ല. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറയണമെങ്കിൽ
എന്ന് പറയുമ്പോൾ രാജ്യദ്രോഹ മനസ്സ് വരണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയെ തള്ളി പറയണമെങ്കിൽ അതിന് 2-3 കാരണങ്ങൾ വരാം. ഒന്ന്, മതപരമായ കാരണം. മതപരമായ കാരണമാണല്ലോ ഈ പഹൽഗാമിലെ അക്രമത്തിന് ഇടയാക്കിയത്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, പേര് ഞാൻ പറയുന്നില്ല, അയാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തത് ഇന്ത്യക്കെതിരായിരുന്നു. ഇന്ത്യക്കെതിരെ നിരന്തരമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്ത്യയെ തള്ളിപ്പറയാനും ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിക്കാനും ശ്രമം നടത്തുന്ന ആളുകളുണ്ട്. അവരെ അതിന് പ്രേരിപ്പിക്കുന്ന കാര്യം മതമാണ്, അവരുടെ മതവിശ്വാസമാണ്. ആ മതമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ആ മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പം ഒവൈസി വളരെ സ്ട്രോങ് ആയിട്ടല്ലേ ഗവൺമെൻറ്റോട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ 71 യുദ്ധത്തിൽ പരംവീർ ചക്ര കിട്ടിയ ഒരാളുണ്ട്. അദ്ദേഹം ലാൻസ് നായിക് ഹമീദ് എന്ന് പറയുന്ന ഒരാളാണ്. മുസ്ലിമാണ്. യുദ്ധത്തിൽ മുന്നേ പോയി രാജ്യത്തിന് വേണ്ടി മരിച്ച ആളാണ്. അപ്പോൾ ആ ആളുകൾ ഇവിടെ ഈ രാജ്യത്തെ തള്ളിപ്പറയുന്ന ആളുകൾ ഉള്ളത് അല്ലെങ്കിൽ ഭൂരിപക്ഷം ഒരു മതത്തിൽ വിശ്വസിച്ചാൽ മതവിശ്വാസികളെല്ലാം രാജ്യത്തെ തള്ളിപ്പറയുന്നവരല്ല. അപ്പം ഡോക്ടർ കെ മുഹമ്മദ് അദ്ദേഹം അല്ലേ പറഞ്ഞത് അയോധ്യയിലെ ബാബറി മസ്ജിദിന് അടിയിൽ ഒരു ക്ഷേത്രമുണ്ട് എന്ന് ധൈര്യമായിട്ട് പറഞ്ഞ ആളാണ് ഡോക്ടർ കെ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കണം, ഞാൻ ഭാരതീയ എന്നുള്ളത്. ഇന്ത്യയിലെ ഒരുത്തനും അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ധൈര്യം കാണിക്കുന്നില്ല കെ മുഹമ്മദ്. ഞാനതിനെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ അല്ലെ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഒവൈസിയുടെ മനസ്സ് അല്ലെങ്കിൽ കെ മുഹമ്മദിൻ്റെ മനസ്സ് വേർന്ന് ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെയും അതുപോലെ തന്നെ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുടെ പേര് പറയേണ്ട കാര്യമില്ല, അവരുടെ മനസ്സ് വേറും. രാഹുൽ ഗാന്ധി ഞാനിവിടെ വിശകലനം ചെയ്യുന്നത്, ഒന്ന്, ഒരു രാജ്യത്തെ തള്ളി പറയണമെങ്കിൽ മതവിശ്വാസം, ആ മതം ഈ രാജ്യത്തെ സംവിധാനത്തെ അംഗീകരിക്കുന്നില്ല. അതാണ് അതിൻ്റെ കാരണം, മറ്റു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മതവിശ്വാസമാണ്, അയാളുടെ അന്ധമായ മതവിശ്വാസമാണ്. ഈ രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൈതൃകമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണ്? അത് പറയാം, അവിടേക്കാണ് ഞാൻ വരുന്നത്. രണ്ടാമത്തെ കാര്യം, രാജ്യത്തെ തള്ളിപ്പറയണമെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ വേണം. എൻ്റെ രാഷ്ട്രീയം ഇന്ത്യക്ക് അനുകൂലമല്ല, ഈ രാജ്യത്തിന് അനുകൂലമല്ല, ഇവിടുത്തെ സംസ്കാരത്തിന് അനുകൂലമല്ല, ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് അനുകൂലമല്ല. അപ്പോൾ എനിക്കെന്ത് വേണം? ഈ സംസ്കാരത്തെ തകർക്കണം, ഈ രാജ്യത്തെ തകർക്കണം, എന്നിട്ട് ഈ രാജ്യത്തെ എൻ്റെ രാഷ്ട്രീയ സംവിധാനം അടിച്ചേൽപ്പിക്കണം. മൂന്നാമത്തെ കാര്യം താങ്കൾ പറഞ്ഞതാണ്, ജനറ്റിക്. രാഹുൽ ഗാന്ധിയുടെ ജനറ്റിക്. ഞാൻ പറയാം, രാഹുൽ ഗാന്ധിയുടെ ജനറ്റിക് എവിടെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ചൗക്കീദാർ ചോർഹെ എന്ന് പറഞ്ഞു ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ വിളിച്ചോ? ഇല്ല. എത്ര വിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു, ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ചോദിച്ചോ? കോൺഗ്രസ്സുകാരനോട് പ്രതിപക്ഷത്ത് ആരെങ്കിലും ചോദിച്ചു? കട്ടിംഗ് സൗത്ത് പറയുന്ന MK സ്റ്റാലിൻ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയേണ്ടത് എത്ര വിമാനം നമ്മുടെ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും നമുക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിൽ അത് പറയേണ്ടത് ആരാണ്? പാകിസ്ഥാനല്ലേ. നമ്മുടെ നഷ്ടം പറയേണ്ടത് പാകിസ്ഥാനാണ്. അവരുടെ നേട്ടമായിട്ട് അവരത് പറയണം. നമ്മൾ പോയി ആക്രമിച്ചു, ഒരു F-16 വിമാനം നമ്മൾ തകർത്തു, PL-15 ചൈനയുടെ നമ്മൾ പിടിച്ചെടുത്തു, അവരുടെ പ്രതിരോധ ശേഷി ഇന്ന തരത്തിൽ നമ്മൾ തകർത്തു, ഇന്ന സ്ഥലങ്ങളിൽ പ്രിസൈസായിട്ട് നമ്മൾ അറ്റാക്ക് നടത്തി, എല്ലാ വിവരവും ഇന്ത്യൻ സൈന്യം വിട്ടില്ലേ? അതുപോലെ പാകിസ്ഥാൻ പറയണ്ടേ? പാകിസ്ഥാൻ സൈന്യം അത് പറയുന്നില്ലല്ലോ. അപ്പം ഇതിനർത്ഥം രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് ഇന്ത്യയുടെ നാശമാണ്, ഇന്ത്യയുടെ നഷ്ടമാണ്. എന്തിനാണ് ഇന്ത്യയുടെ നഷ്ടം അദ്ദേഹം അറിയുന്നത്? ചിന്താഗതിയാണോ? അദ്ദേഹം സംശയമുണ്ടോ? അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനം. അപ്പം മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് 2 വിമാനം നഷ്ടപ്പെട്ടു, അത് പറഞ്ഞ് മോദിക്കെതിരായിട്ട് ഇറങ്ങാമല്ലോ. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നൊരു മനസ്സുണ്ട്. അതാണ് ആ ജനറ്റിക് എന്ന് പറയുന്നത്. ഈ ജീൻ എന്ന് പറയുന്നത് ഒരാളിൻ്റെ രൂപത്തിലും ഭാഷയിലും പെരുമാറ്റത്തിലും മാത്രമല്ല ചിന്താഗതിയിലും ഈ ജീൻ നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ ചിന്താഗതിയിൽ പോലും നമ്മുടെ ജീൻ ഇന്ത്യക്കാരുടെ ഒരു ജീൻ പ്രത്യേക ജീനാണ്. അപ്പം വേറെ ഒരു രാജ്യത്തെ പോലെ അല്ല. ഇന്ത്യക്കാർ അടിസ്ഥാനപരമായി ഇന്ത്യയിലെ 99%, 99.9% ആളുകളും നമ്മുടെ ദേശസ്നേഹമുള്ള ആളുകളാണ്. വളരെ ചെറിയ ആളുകളെ ഉള്ളൂ, അല്ലാതെ തന്നെ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജീനാണ് അതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിക്കും. ജീൻ എന്ന് പറഞ്ഞാൽ 50% അദ്ദേഹം ഇന്ത്യനും 50% അദ്ദേഹം ഇറ്റാലിയനുമാണ്. വിദേശം കറക്റ്റ് ഇറ്റാലിയനായിട്ട് തന്നെ പറയണം. അതാണ് എൻ്റെ ഫാക്ട്. കാരണം ഇറ്റലിക്ക് ഒരു പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് ഇറ്റാലിയൻ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ എടുക്കേണ്ടത് 50% അദ്ദേഹം മതം രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ചിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു മതമില്ല. രാഹുൽ ഗാന്ധിയുടെ 50% അദ്ദേഹം പാഴ്സിയാണ്, 50% അദ്ദേഹം RC ആണ്. RC എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കരമായ ഒരു പ്രോഡക്റ്റാണ്
രാഹുൽ ഗാന്ധി മതപരമായി നോക്കിയാൽ. പിന്നെ രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ച ജീൻ ഈ ഇറ്റാലിയൻ ജീനാണ്. ഇറ്റാലിയൻ ജീൻ എങ്ങനെ രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ താങ്കൾ വായിച്ചു കാണും, റൊഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന പ്രശസ്ത കവി എഴുതിയ ദ വൈറ്റ് മാൻസ് ബേർഡ്. ആ കവിതയിൽ പറയുന്നത്, വെള്ളക്കാരൊഴിച്ച് ബാക്കിയെല്ലാം പ്രാകൃതന്മാരാണ്. അവർക്ക് സംസ്കാരമില്ല, ജനാധിപത്യ ബോധമില്ല, എങ്ങനെ വികസിക്കണമെന്നറിയില്ല, ഹൈജിനിക്കല്ല. ഇങ്ങനെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ വെള്ളക്കാരല്ലാത്തവനെ നന്നാക്കിയെടുക്കണം. അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിയോഗമാണ്. ആ നിയോഗം അവർ നിറവേറ്റിയേ പറ്റൂ. അത് വൈറ്റ് മാൻസ് ബേർഡനാണ്. വെള്ളക്കാരൻ്റെ ബുദ്ധിമുട്ടാണ്. അവൻ ബുദ്ധിമുട്ടി നമ്മളെ നന്നാക്കുകയാണ്. അമേരിക്ക ഫിലിപ്പീൻസ് ആക്രമിച്ചപ്പോഴാണ് ഈ കവിത അദ്ദേഹത്തെ. ഫിലിപ്പൈനികളെ മാറ്റിയെടുക്കാൻ അമേരിക്കക്കാരെ സഹിക്കുന്ന ത്യാഗമാണ് കവിതയുടെ വിഷയം. ഇത് ഈ വൈറ്റ് മാൻസ് ബേർഡന് ഇന്ത്യയിലും പ്രയോഗിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചപ്പോൾ അവരും ഏതാണ്ട് ഈ ലൈനിൽ തന്നെയാണ് പോയത്. ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങൾ ബിൽഡപ്പ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവിടെ വന്ന വൈസ്രോയിമാരൊക്കെ ഇന്ത്യക്കാരനെ കണ്ട ഒരു ഇൻഫീരിയർ ജീവിയായിട്ടാണ്, ഒരു ഇൻഫീരിയറായിട്ട്. അതുകൊണ്ടാണ് അവൻ ഷൂസ് തുറപ്പിക്കാനും ഇന്ത്യക്കാരനും പട്ടിക്കും പ്രവേശനമില്ലെന്ന് എഴുതി വെച്ചില്ലേ. അപ്പോൾ അത് അവൻ്റെ ബ്ലഡിലുള്ളതാണ്. അപ്പോൾ ഇതവൻ്റെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് ഈ വൈറ്റ് മാൻസ് ബേർഡൻ രാഹുൽ ഗാന്ധിയിൽ ആദ്യം പ്രകടമായത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന കാലഘട്ടത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഇന്ത്യ ഭരിച്ച് നന്നാക്കിയെടുക്കാൻ നെഹ്റു കുടുംബത്തിനെ കഴിയത്തുള്ളൂ. വൈറ്റ് മാൻസ് ബേർഡൻ, റൊഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ വൈറ്റ് മാൻസ് ബേർഡൻ്റെ, രാഹുൽ ഗാന്ധി ഇത് വായിച്ച് കാണാൻ സാധ്യതയില്ല. അപ്പോൾ പക്ഷേ അതിൻ്റെ ആ ജനറ്റിക് ഇൻഫ്ലുവൻസ് തന്നെ ഞാൻ ഈ പറയുന്നത്, ബ്ലഡിലതുണ്ട്. രണ്ട്, ഈ ആംഗ്ലോ സാക്സൺസിനാണ് ഈ പ്രശ്നമുള്ളത്. അവർ മറ്റു റേസിനെ എല്ലാം, മംഗോളിയൻ റേസ് ഉണ്ട്, ഡ്രവിഡിയൻ റേസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വംശങ്ങളുണ്ടല്ലോ. പക്ഷേ ആംഗ്ലോ സാക്സൺ ഏറ്റവും വലിയ റേസാണ് എന്നാണ് അവരുടെ സങ്കല്പം. ആര്യൻ അധിനിവേശത്തിന് വേണ്ടിയായിരുന്നല്ലോ ഹിറ്റ്ലർ നിന്നത്. ആര്യൻ സൂപ്രമസിയാണല്ലോ ഹിറ്റ്ലർ പറഞ്ഞത്. ഹിറ്റ്ലറിൻ്റെ തൊട്ടടുത്ത കൂട്ടുകാരനായിരുന്നു മുസോളിനി. മുസോളിനി എവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്? ഇറ്റലിയിൽ. മുസോളിനി ഇറ്റലി കൊണ്ടുവന്നെന്താണ്? ഫാസിസം. ജർമ്മനിയിലെ നാസിസം. അപ്പം ഫാസിസത്തിൻ്റെ നാടാണ് ഇറ്റലി. അപ്പോൾ ഫാസിസത്തിൻ്റെ ഒരു എലിമെൻ്റ് ഇറ്റലിയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു കാര്യം, ഇറ്റലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിടിച്ചുപറിക്കാരും കള്ളന്മാരുള്ളൊരു സ്ഥലമാണ്. ഈ ഇറ്റലിയിൽ പോയി കുറച്ച് വത്തിക്കാനിലോട്ട് പോകാനായിട്ട് ഇറ്റലിയിൽ പോയ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ബാഗെ തന്നെയാണ് നോക്കി നിൽക്കുമ്പോൾ ബാഗ് അടിച്ചുകൊണ്ട് പോക്കളെ. ഇന്ത്യൻ എയർപോർട്ടിൽ നടക്കത്തില്ല, ഇറ്റലി നടക്കും. അപ്പോൾ ഇറ്റാലിയൻ്റെ ഒരു സംസ്കാരമാണത്. ഈ ആംഗ്ലോ സാക്സൺ ആ സ്വാധീനം ഇറ്റലിയിലുണ്ട്. ഇറ്റലിയിലാണ് ഈ ഫാസിസം വന്നത്. ഫാസിസത്തിൻ്റെ പ്രത്യേകത എന്താ? അവരെ അല്ലാതെ വേറെ ആരെയും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഇറ്റലിയിൽ വന്ന ഒരു ഫാസിസം ജനറ്റിക്കായിട്ട് രാഹുൽ ഗാന്ധിയിലെത്തി. എന്നെ താല്പര്യപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും അതാണ്. തികച്ചും സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾ മലയാളികളാണ്, നമുക്ക് അടിസ്ഥാനപരമായൊരു സ്വഭാവമില്ലേ? തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴിന് അടിസ്ഥാനപരമായൊരു സ്വഭാവമില്ലേ? ഇപ്പോൾ ഇഷ്ടംപോലെ പിൽഗ്രിംസ് ശബരിമലയ്ക്ക് വരും. അവിടെ ശബരിമലയിൽ നിന്ന് പിൽഗ്രിംസിനൊക്കെ കർണാടകത്തിൽ നിന്ന് വരുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു മറ്റൊരു സ്വഭാവം. അത് ജീനിൻ്റെ പ്രശ്നമല്ല, അത് ആ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കും. പക്ഷേ ഓരോ ഭാഷ സംസാരിക്കുന്നതിന് ഓരോ സ്വഭാവം ഉണ്ടെന്ന് പറയുന്നത് പോലെ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഈ DNA സ്വാധീനം, ഈ ജീനിൻ്റെ സ്വാധീനം. മനസ്സിലായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ചെയ്ത് കൂട്ടുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് ആ ഒരു വിലയിരുത്തലിലേക്കാണ് താങ്കൾ വരുന്നത്. ഇനി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറേയധികം വിദേശ പ്രതിനിധി സംഘങ്ങളെ നമ്മളിവിടെ നയിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗം പറയാനും പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടുകളുടെ രാജ്യം, അവരെ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൗത്യ സംഘം എല്ലാം പോയിരിക്കുന്നത്. പക്ഷേ ഈ പോയ കൂട്ടത്തിലൊരു പ്രമുഖനാണ് ഡോക്ടർ ശശി തരൂർ, നമ്മുടെ തിരുവനന്തപുരം MP. അദ്ദേഹം ഒരു രാജ്യത്ത് പോയിട്ട് പറയുകയാണ്, ഇവിടെ മതം നോക്കിയിട്ടാണ് ആൾക്കാരെ കൊന്നിട്ടുള്ളത് പാകിസ്ഥാൻ എന്ന നികൃഷ്ട രാജ്യം. ഇത് പറയുമ്പോൾ മതത്തെക്കുറിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടരുത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് രാഹുൽ ഗാന്ധി പറഞ്ഞതായി അറിയുന്നു, വാർത്തകളിലൂടെ അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ? ഈ മതം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെ പേരിലാണ് ഈ അക്രമങ്ങളെല്ലാം നടന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് മതത്തെക്കുറിച്ച് മിണ്ടരുത് എന്ന് രാഹുൽ ഗാന്ധി പറയും? അത് രാഹുൽ ഗാന്ധിയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പഹൽഗാമിൽ ആക്രമണം നടന്നു. മതം നോക്കിയാണ് അവിടുത്തെ വിനോദസഞ്ചാരികളെ കൊന്നെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞിട്ടുണ്ട്? പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം അറിയാം, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഒരു വെള്ളിത്തളികയിൽ വെച്ച് രാജ്യത്തിൻ്റെ അധികാരം BJP ഏൽപ്പിക്കുകയാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഞാനൊരു കോൺഗ്രസ് ആണെങ്കിലും എന്നെ അതിൽ നിന്നും മാറ്റി BJPയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചുമതലയാണ് കോൺഗ്രസ് നേതാവും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒരു അടുത്ത 10-25 വർഷത്തേക്ക് അവരുടെ കയ്യിലേക്ക് അധികാരം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം രാജ്യത്ത് നടന്നൊരു സംഭവത്തിനോടെ ക്രിയാത്മകമായി സത്യസന്ധമായി പ്രതികരിക്കാൻ കഴിയാത്തവനെക്കുറിച്ച് എന്താ പറയുന്നത്? അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, രാഹുൽ ഗാന്ധി എടുക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ എടുക്കുന്നില്ല. കാരണം ആകെപ്പാടെ 1.7% വോട്ട് കിട്ടുന്ന വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ ഞാൻ അതിനകത്ത് BJPയുടെ രാജ്യത്തിൻ്റെയോ ശത്രുവല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ഓൾറെഡി വെന്റിലേറ്ററിലാണ്. ത്രിപുരയിൽ പോയി, ബംഗാളിൽ പോയി, കേരളത്തിൽ നാളെ അല്ലെ മറ്റന്നാളിൽ പോകും. നാളെ പോകുന്ന എനിക്കറിയില്ല, മറ്റന്നാളിൽ പോകും. എന്തായാലും ശരി, അതൊരു രാജ്യത്തിൻ്റെ അപകടമല്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് 1885 പാർട്ടിയാണ്. അത് ദേശാഭിമാനികളുടെ പാർട്ടിയായിരുന്നു. ആ പാർട്ടി വളർന്നു വന്ന ഏത് നേതാവ് ഇരുന്നാലും കോൺഗ്രസിന് അടിസ്ഥാനപരമായ ഒരു കൾച്ചറുണ്ട്. ഏത് ഇന്ത്യൻ ഗ്രാമത്തിൽ ചെന്നാലും അവിടെ ഒരു കോൺഗ്രസ്സുകാരനുണ്ട്. എൻ്റെ അച്ഛൻ മരിക്കുന്നവരെ ഖദർ ഉപയോഗിക്കുന്ന ആളായിരുന്നു, കടുത്ത കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ ഞാൻ കോൺഗ്രസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ ഇടതുപക്ഷത്തിലേക്കൊക്കെ പോയെങ്കിൽ ഞാൻ കോൺഗ്രസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്വാധീനമുണ്ട്, അതൊരു വല്ലാത്ത സ്വാധീനം. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോഴേ 2 ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ ആഹാരം വെച്ചില്ല അമ്മ. കരഞ്ഞോണ്ട് കിടപ്പായിരുന്നു. ഏതൊരു ബന്ധു മരിച്ചില്ല. അമ്മ ഒരിക്കൽ പോലും ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാവം. നെഹ്റുവിൻ്റെ കടുത്ത ആരാധകനായിരുന്നു, ഗാന്ധിയുടെ കടുത്ത ആരാധകനായിരുന്നു. ഈശ്വരൻ്റെ അവതാരമാണ് ഗാന്ധി, നെഹ്റു എന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ വിചാരിച്ചു വെച്ചത്. ഞാൻ പറഞ്ഞത് അതൊരു കൾച്ചറാണ്. ആ കൾച്ചർ ഇവിടെയാണ് തെറ്റുന്നത്. ഈ കൾച്ചർ അവസാനിക്കുന്നത് സീതാറാം കേസരിയെ ബലം പ്രയോഗിച്ച് മാറ്റി സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകാൻ. സീതാറാം കേസരി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ശരത് പവാറിനെയും രാജേഷ് പൈലറ്റിനെയും തോൽപ്പിച്ച് 90% വോട്ട് വാങ്ങി ജയിച്ച ആളാണ് ഈ സീതാറാം കേസരി എന്ന് പറയുന്ന ദളിത് നേതാവ്. അദ്ദേഹത്തെ കസേരയിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ടാണ് സോണിയാഗാന്ധി അവിടെ കൊണ്ടിട്ട് ഇരുത്തിയത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത്, അവിടെ തൊട്ടത്തുറ അവിടെ കൃത്യമായ പ്ലാനുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കൃത്യമായൊരു പ്ലാനുണ്ട്. ഇന്ത്യയെ തകർക്കാനായിട്ട് വൈദേശിക ശക്തികൾ കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങുന്നത് 1893 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തോടാണ് ഈ ഹിന്ദു മതം എന്താണ്, ഇതൊരു കൾച്ചറാണോ ഒരു മതമാണോ, ഇതിൻ്റെ സ്വാധീനം എന്താണ്, ഇതെത്രമാത്രം മറ്റെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലോകം മനസ്സിലാക്കുന്നത്. അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങുന്ന മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നാണ് തുടങ്ങുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രസംഗത്തിൽ നിന്ന് മാറുക. ആ അഭിസംബോധന തന്നെ അമേരിക്കാരനെ അവിടെ ഇരുത്തിക്കളഞ്ഞു. അവിടെ നിന്നൊരു ജൈത്രയാത്രയാണ്. അപ്പോൾ ഒരിക്കലേ നടരാജപുരി പറഞ്ഞു, വിവേകാനന്ദന് വിദേശത്തൊരു നിക്ഷേപം നടത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് സന്യാസിമാരൊക്കെ അതിൻ്റെ പലിശ വാങ്ങിച്ചാൽ മതി, കാരണം അത്ര അക്സെപ്റ്റഡാണ്. പക്ഷേ യൂറോപ്യൻസ്, അമേരിക്കക്കാരന്മാർ ഇതൊരു അപകടം തിരിച്ചറിഞ്ഞു. ഒരു ഹിന്ദുത്വത്തിൻ്റെ ജൈത്രയാത്രയുടെ തുടക്കമായിട്ടാണ് 1893 വിവേകാനന്ദൻ്റെ പ്രശ്നത്തിനെ അന്ന് തന്നെ അവർ കണ്ടത്. അവർക്ക് ആ ഹിന്ദു കൾച്ചർ ഇവിടെ തകർക്കണം. അതിനവരെല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും. സകല സാമ്രാജ്യത്വ ശക്തികളെയും ഉപയോഗിക്കും. അതുപോലെ തന്നെ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവർക്കും ഇന്ത്യൻ സംസ്കാരത്തെ തകർക്കണം. അതിനുവേണ്ടി അവർ നിയോഗിച്ച ഒരാളാണ് ജോർജ് സോറസ്. ഈ ജോർജ് സോറസാണ് രാഹുൽ ഗാന്ധിക്ക് ഫൈനാൻസ് ചെയ്യുന്നത്. ജോർജ് സോറസ് പറഞ്ഞത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ജോർജ് സോറസ് 5 ബില്യനോ 8 ബില്യനോ ഒക്കെ മുടക്കി മോദിയെ തോൽപ്പിക്കാൻ. രാഹുൽ ഗാന്ധി എത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് മോദി 2024 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു ഉറപ്പായിട്ടാണ് പറഞ്ഞത്. ഉറപ്പായിട്ട് രാഹുൽ ഗാന്ധിയെ പറയാൻ പ്രേരിപ്പിച്ചത് സോറസ് അടക്കം ഇന്ത്യയിലുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു കൂട്ടായ്മയിലാണ്. വളരെ അപകടകാരിയായ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഈ മനുഷ്യൻ കോൺഗ്രസിനെ കുറിച്ച് ഞാനത് പറയില്ല. ഇതിപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിച്ചു, ഇറ്റാലിയൻ കോൺഗ്രസ് ജീവിക്കുന്നു. ഇറ്റാലിയൻ കോൺഗ്രസിൻ്റെ അന്ത്യത്തിൽ നിന്നും വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ശശി തരൂർ, താങ്കൾ സൂചിപ്പിച്ചത്. അതിനുള്ളൊരു അവസരം കൊടുക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആർക്കും അവസരങ്ങൾ കൊടുക്കുന്നില്ല. നേതാക്കന്മാരൊക്കെ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. രാഹുൽ ഗാന്ധിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങി. രാഹുൽ ഗാന്ധിക്ക് നിൽക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി ഒരിക്കലും മെച്ചപ്പെട്ട ഒരാളിനെ അദ്ദേഹം അംഗീകരിക്കത്തില്ല. 2014 രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാക്കി വെച്ചാരാണ്? അധിർ രഞ്ജൻ ചൗധരി അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ശശി തരൂർ ഉണ്ട്. 2009 ശശി തരൂരുണ്ട്. ശശി തരൂരിനെ എടുക്കില്ല, രാജേഷ് പൈലിനെ എടുക്കില്ല, മാധവറാവു സിദ്ധിയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധി എടുക്കില്ല. അദ്ദേഹം ആരെയും എടുക്കില്ല, തൻ്റെ താഴെ നിൽക്കുന്ന ആളുകളെ എടുക്കത്തുള്ളൂ. അദ്ദേഹം ലക്ഷണയുക്തനായ ഒരു പ്രസിഡന്റിനെ കണ്ടില്ലേ, മല്ലികാർജുന ഖാർഗ്. അതിനെക്കാട്ടി വലിയ ഇന്ത്യ മുഴുവൻ ഖാർഗ് എന്ന് പറയുമെന്ന് നോക്കിയില്ലേ, ലോകം മുഴുവൻ വലിയ ഖാർഗ് എന്ന് പറയും. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയണമെങ്കിൽ ഖാർഗിനെ പ്രസിഡൻ്റാക്കിയൊരു മനസ്സ് രാഹുൽ ഗാന്ധിക്കുണ്ട്. ഒരു കാരണവശാലും ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നസറത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട. ഈ വൈറ്റ് മാൻസ് ബേർഡനുമായിട്ട് ഇറങ്ങിയ ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കരുതുന്നത്.
കോൺഗ്രസ്സുകാർ ഒരു ദിവസം മുമ്പെങ്കിലും ഇത് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. അത് ശശി തരൂർ തിരിച്ചറിഞ്ഞു, ബാക്കി ആളുകൾ കുറേ തിരിച്ചറിഞ്ഞുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം.